ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കരിമ്പൻ മണിപ്പാറ സ്കൂളിലെ 73 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Admission open for academic year 2024-25. രാവിലെ തന്നെ ബൂത്തിലെത്തിയ മെത്രാൻ മറ്റ് വോട്ടർമാർക്കൊപ്പം ക്യൂവിൽ നിന്നാണ് തന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത്. ഏറ്റവും അനുയോജ്യരായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്ന, ജനാധിപത്യം സംരക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്ന അതുപോലെ ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശക്തരായ ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. അതിനുള്ള പക്വത ജനങ്ങൾ കാണിച്ചു. ഈ വന്യമൃഗാക്രമണങ്ങളൊക്കെ നമ്മൾ സർക്കാരിനെതിരെ വലിയ സമരങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലും അവരുടെ സമരങ്ങൾ സർക്കാരിനെതിരല്ല, ജനകീയ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള സമരങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2014 സഭ അതിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥാനാർത്ഥികളും നമുക്ക് വേണ്ടപ്പെട്ടവർ. ഓരോരുത്തരും അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായി രേഖപ്പെടുത്തണമെന്നും നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണമെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അഭിപ്രായപ്പെട്ടു. ഇടുക്കി ലൈവ് ന്യൂസ്, ഇടുക്കി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് A seed planted by Saint Kuriakos Elias Chavra, the Carmel CMI Public School, Puliyanmala, celebrating her visionary journey among the hills of Idukki, wherein you can build the perfect life for your children. Come, experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation. Admission open for academic year 2024-25.